നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ. ഇന്നലെ ഞങ്ങൾ നോമ്പ് തുറക്കുന്നതിന് ജസ്റ്റ് മുൻപ് ഭയങ്കര മഴയും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള ഒരു ആകാശ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു. അതേ മേഘമൊക്കെ ഇങ്ങനെ പാറി പറക്കുവാണ്. അവസാനമായപ്പോഴേക്ക് ക്യാമറയിൽ മഴവെള്ളം വീണിട്ട് ക്യാമറ അങ്ങ് സ്റ്റോപ്പായി പോയി കേട്ടോ. ഇതായിരുന്നു നമ്മളുടെ ഇന്നലത്തെ കാഴ്ച. എല്ലാവർക്കും സലി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ക്രിസ്പി എഗ് ബോക്സ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സ്വീറ്റ്സിന്റെ സമോസ ഷീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സമോസ ഉണ്ടാക്കിയപ്പം കാണിച്ചില്ലേ, ആ ഷീറ്റ് തന്നെയാണ്. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് 45 മിനിറ്റ് മുന്നേ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് മുന്നേ തന്നെ ഇത് പുറത്ത് വെക്കണം എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ടി കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാനിവിടെ ഒരു ക്യാരറ്റും കുറച്ച് ക്യാബേജും ഒരു സവോളയും പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിൾസ് ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ക്യാബേജ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ക്യാബേജൊക്കെ കുറച്ച് മതി കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം നമ്മളിത് ചോപ്പ് ചെയ്തെടുക്കാനുള്ളത്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലെ വെള്ളയും മഞ്ഞയും തരം തിരിച്ച് മാറ്റാം. ഞാനിത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പം ഈ ഒരു ബോക്സിൽ നിങ്ങൾ എന്ത് ഫില്ലിംഗ് ആണ് വെക്കുന്നതെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ വെജിറ്റേറിയൻകാര് ആണെങ്കിൽ നിങ്ങൾ മുട്ട ചേർക്കണ്ട. മുട്ട ചേർക്കാതെ ബാക്കിയുള്ള ചേരുവ വെച്ചിട്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല. മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് മാറിപ്പോകും. അതുപോലെ ഈ വെജിറ്റബിൾസ് ഓവർ കുക്ക് ആവാനും പാടില്ല കേട്ടോ. ഇപ്പൊ നമ്മളുടെ കയ്യിൽ വെജിറ്റബിൾസ് ഇതുപോലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കാരണം സമോസ ഷീറ്റ് റെഡിമെയ്ഡ് അല്ലേ, അപ്പൊ നമുക്ക് അധിക താമസം ഒന്നും എടുക്കത്തില്ല. പിന്നെ ഫില്ലിംഗ് ഇത് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഇഷ്ടമുള്ള രീതിയിൽ വീട്ടിലുള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്കിനി ഇതിലേക്ക് ഈ മുട്ടയുടെ മഞ്ഞക്കരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ ഇതൊന്ന് ഉടഞ്ഞു ചേർന്നോളും കേട്ടോ. ഒരുപാടങ്ങ് ഉടയണമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. അപ്പൊ ഇത്രയും മതി. അപ്പൊ നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്നിനി തണുക്കാനായിട്ട് വെക്കാം. അപ്പൊ നമുക്കിത് തണുക്കാനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്.
ഇതിവിടെ തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ മുട്ടയുടെ വെള്ളയൊന്ന് സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടും. മറ്റേത് തീരെ പൊടി പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാണ്. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും സമോസ ഷീറ്റും ഇവിടെ റെഡിയാണ്. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് പേസ്റ്റ് പോലെ കലക്കിയെടുക്കാം. തീരെ ലൂസായി പോരുത് കേട്ടോ, ലൂസായി പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അപ്പോൾ ഞാനിവിടെ മൈദയുടെ ഗ്ലൂ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതിനായിട്ട് ആവശ്യത്തിനുള്ള സമോസ ഷീറ്റ് ഇതിൽ നിന്ന് എടുക്കണം. എടുത്തിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ ഒരു നനഞ്ഞ ടവൽ കൊണ്ട് മൂടി വെക്കണം. ഇങ്ങനെ മൂടി വെച്ചില്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ സമോസ ഷീറ്റ് ഡ്രൈ ആയി പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് 2 സമോസ ഷീറ്റ് എടുക്കണം. ഇതുപോലെ ക്രോസ് ചെയ്ത് വെക്കണം. എളുപ്പമാണ് കേട്ടോ. ബാക്കിയുള്ളത് കവർ ചെയ്ത് വെക്കണം, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലാണ് ഫില്ലിംഗ് വെച്ച് കൊടുക്കാനുള്ളത്. ഇത്രയും മതിയാകും. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ മുട്ട ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പെഷ്യൽ സാധനം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, മൊസറല്ല ചീസ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചീസ് കുറച്ച് ഇതിന് മീതെ വെച്ച് കൊടുക്കാം. നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോഴേക്ക് ഈ അടിയിലേക്ക് വന്നിരിക്കുന്ന ഷീറ്റില്ലേ, അതാണ് ആദ്യം മടക്കി വെക്കേണ്ടത്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോൾഡിങ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം ഇതിൽ നമ്മൾ ഗ്ലൂ തേക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ മടക്കുമ്പോൾ ഓരോ വശത്ത് നിന്ന് വേണം നമ്മളിത് മടക്കിയെടുക്കാനുള്ളത്. ഇനി നമുക്ക് ഈ 2 ഭാഗത്തേക്ക് ഈ മൈദയുടെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ഒരു വശത്തേക്ക് ഈ ഗ്ലൂ ഒന്ന് തേച്ച് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം അടുത്തത് മടക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ തന്നെ ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ വേണം നമ്മളിത് മടക്കിയെടുക്കേണ്ടത്. നമ്മൾ സമോസ ഉണ്ടാക്കുന്നതിൽ നിന്നും എളുപ്പമല്ലേ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതും ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം നമ്മളിത് റാപ്പ് ചെയ്തെടുക്കാനുള്ളത്. ഞാനിത് ഇവിടെ എല്ലാം ഫില്ല് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സമയം 2 എണ്ണമാണ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഇൻസ്റ്റന്റ് സമോസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. തിരിച്ചും മറിച്ചു വിട്ട് നമ്മളിതൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സമോസ ഉണ്ടാക്കിയപ്പോഴും പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സ്വീറ്റ്സിന്റെ ഈ ഷീറ്റ് എവിടെ കിട്ടുമെന്ന്. മിക്ക സൂപ്പർ മാർക്കറ്റിലും നമുക്ക് ഈ സ്വീറ്റ്സിന്റെ ഷീറ്റ് കിട്ടുന്നതാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് പോത്തീസിലും അതുപോലെ തന്നെ റിലയൻസിലും ഒക്കെ കിട്ടും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹൈജീനിക്കാണ്. ശരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു എഗ് ബോക്സിന്. ബാക്കിയിരിക്കുന്ന ഫില്ലിംഗ് വെച്ചതെല്ലാം നമുക്ക് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ക്രിസ്പി എഗ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Bye.